طيباتكم في حياتكم الدنيا واستمتعتم بها فاليوم تجزون عذاب الهون بما كنتم تستكبرون في الأرض بغير الحق وبما كنتم تفسقون. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, കാരണവന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചു അവന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചു ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെ ഓർത്തു മരണശേഷം ലോകാവസാനം വരെ നമുക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണിനെ പറ്റി ആലോചിച്ചു. ഉടുതുണിയില്ലാതെ നഗ്നപാതരായി, പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം എന്ന യാഥാർത്ഥ്യത്തൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ഒറ്റവാക്യം എല്ലാവരെയും ഉപദേശിച്ചു. മുസൽമാന്റെ ഒരു ദിവസം ചെയ്യണം എന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളൊരു ദിവസത്തെ ഒരു ജീവിതത്തെ ഒരായുസിന്റെ ഒരു ഭാഗമായി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട ഒരു രൂപമുണ്ടോ, അത് മാത്രമേ ഞാൻ പറയാം. ശേഷം ഒരു സംസാരം കൂടി നടക്കേണ്ടതുകൊണ്ട് വിഷയം ഞാൻ അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ കൂട്ടി മാറ്റുകയാണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടൊരു പുതിയ പരിപാടിയാണ് യുഗത്. 10-50 കൊല്ലം മുമ്പ് പഠിച്ചിറങ്ങിപ്പോയ കലാലയത്തിലേക്ക് 50-40 വർഷത്തിന് ശേഷം പഴയ കൂട്ടുകാരോട് തിരിച്ചിരിക്കുമ്പോൾ അവിടെ ജീവിതത്തിന്റെ പല തുറകളിലും വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഉണ്ടാവും. അപ്പൊ അവിടെ ഇരുന്ന് ചില ആളുകൾക്കെങ്കിലും ഒരു ഖേദം തോന്നും, അന്ന് നന്നായി പഠിച്ചിരുന്നു, ആ സമയം ഉപയോഗപ്പെടുത്താതെ പോയത് മോശമായി പോയി. ഇത് തന്നെയാണ് ജീവിതാന്ത്യത്തിലും ചില ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന അനുഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ഒരിക്കൽ മാത്രം കൊടുക്കുന്ന അനുഗ്രഹമാണ് സമയം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചികിത്സയിലൂടെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു നോക്കാം, കുറച്ചൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെട്ടു പോയാൽ വേറെ ഏതെങ്കിലും മേഖലകളിലൂടെ നമുക്ക് രണ്ടാമത് തിരിച്ചു കിട്ടുമോ എന്ന് പരിശ്രമിച്ചു നോക്കാം, കിട്ടിയാലും ഇല്ലെങ്കിലും. എന്നാൽ സമയം നഷ്ടപ്പെട്ടാലോ അത് പിന്നെ തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിലും പരലോകത്തും മനുഷ്യൻ ഖേദിക്കേണ്ടി വരിക ഒന്ന് അവന്റെ സമയം നഷ്ടപ്പെടുത്തിയതിലൂടെയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നരകത്തിന്റെ വക്കിൽ, നരകത്തിലേക്ക് ആളുകളെ എറിയുന്നതിന് മുമ്പ് നരകത്തിന് മുമ്പിൽ നരകവാസികളെ പ്രദർശിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. സൂറത്ത് അഹ്ഖാഫിലാണ് നമ്പറിൽ പോകുന്നില്ല, സൂറത്ത് അഹ്ഖാഫിലാണ്. എന്നിട്ട് അവർ ചില തെറ്റെന്താണെന്ന് അന്ന് അവരെ ബോധ്യപ്പെടുത്തുക, വായിച്ച് കേൾപ്പിക്കുക. നരകത്തിന്റെ മുമ്പിൽ നരകത്തിൽ ബന്ധപ്പെട്ട ആളുകളെ അള്ള പ്രദർശിപ്പിക്കുന്ന ദിവസം. എന്താണ് പറഞ്ഞത്? അദ്ഹബുക്കും ത്വയ്യിബാതിക്കും ഫീ ഹയാതിക്കും ദുനിയ. നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ പരലോകം നേടാനും സ്വർഗം നേടാനും നരകമോചനം സമ്പാദിക്കാനും ഞാൻ തന്ന വിഭവങ്ങൾ, ആയുസ്, ആരോഗ്യം, സമയം, സമ്പത്ത്, അറിവനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതാണ് 6 അനുഗ്രഹങ്ങൾ. നിങ്ങൾ പാഴാക്കി കളഞ്ഞു. മാത്രമല്ല ആ ഭൗതിക അനുഗ്രഹങ്ങളെ നിങ്ങൾ ദുനിയാവിലെ കൂടുതൽ സുഖത്തിനും സൗകര്യത്തിനും അനുഭൂതികൾക്കും വേണ്ടി ഉപയോഗിച്ചു.
ചെയ്തത്. നിങ്ങൾ അത് ഉപയോഗിച്ച് സ്തുതിക്കുകയായിരുന്നു. അതുകൊണ്ട് നിന്ദ്യമായ ശിക്ഷ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അതെന്തിനാണ് എന്നും എങ്ങനെ വിനിയോഗിക്കണമെന്നും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തൽ വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ മരണസമയം അതിശക്തമായ ഖേദത്തിന് നമ്മൾ വിധേയരാവും. ഖുർആനിൽ എത്രയോ ആയത്തുകൾ നിങ്ങൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നതാണ്. ഒന്ന് മടക്കണം ദുനിയാവിൽ. എന്തിന്? എന്താ ന്യായം? അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ചെയ്യാതെ വിട്ടുപോയ മുഴുവൻ കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. ചെയ്യാൻ അവസരം കിട്ടിയിട്ടല്ല, കിട്ടിയത് പാഴാക്കി. അത് തന്നെ അള്ളാഹു പറഞ്ഞത് അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും. സഹോദരങ്ങളെ, ഈ പറഞ്ഞ 6 അനുഗ്രഹങ്ങളിൽ ഒന്നും സ്ഥിരമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ആരോഗ്യം രോഗത്തിന് വഴിമാറും, സമ്പത്ത് ദാരിദ്ര്യത്തിന് വഴിമാറും, ജീവിതം മരണത്തിന് വഴിമാറും. ഒരു ഗ്യാരണ്ടിയുമില്ല. എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു കുട്ടി 2ാം ക്ലാസ്സിലാണ്, സ്കൂളിൽ 8 വയസ്സ് മാക്സിമം, അതിനപ്പുറം പോകില്ലല്ലോ. ഉച്ചക്ക് ചോറുന്നാൽ ഓടിച്ചാടി വന്ന കുട്ടി ചോറ് ഇന്ന് പോയി ക്ലാസ് റൂം കുത്തുന്നാണ് മരിച്ചതാണ്. 8 വയസ്സാണ്. ഇനി 56 വയസ്സായ ഞാൻ എന്ത് പ്രതീക്ഷയിലാണ് ഇന്ന് ചെയ്യേണ്ട ഒരു കർമ്മം നാളേക്ക് വെക്കാൻ? നിങ്ങൾ പറയും, ഒരു തിങ്കളാഴ്ച വന്നു, അടുത്ത തിങ്കളാഴ്ച നോക്കാം എന്ന് ഞാൻ ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത തിങ്കളാഴ്ച പ്രതീക്ഷിക്കാൻ? നിങ്ങൾ പറയും. തഹജ്ജുദിന്റെ സമയത്ത് നീറ്റു, ഇന്ന് നല്ല ക്ഷീണം, നാളെ മുതലാണ് തുടങ്ങാം എന്ന് ഞാൻ എങ്ങനെ പ്രതീക്ഷിക്കും? 8 വയസ്സായ കുട്ടിക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കാൻ ഇമാമ വന്നിട്ടേ കൈയെത്തുന്നതിന് മുമ്പ് തന്നെ തുടർന്ന് നമസ്കരിക്കാൻ വന്ന ആളുകളോട് 3 കാര്യം പറയും. ഒന്ന്, സുഫൂഫക്കും, നിങ്ങളുടെ സ്വത്ത് ശരിയാക്കണം. ചില മനുഷ്യന്മാര് മനസ്സിലാക്കിയത് സ്വത്ത് ശരിയാക്കൊക്കെ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലൊക്കെ ചെയ്താൽ മതി. അല്ല, സഫ് ശരിയാക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. മൂന്നാമത്തെ എന്താ പറയാ? നിങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ നമസ്കരിക്കണം. അടുത്ത വക്തിന് ഉണ്ടാവുക. ഞാൻ ഇന്നലെ ഉച്ചക്ക് പ്രസംഗിക്കാൻ പോയ ശക്തിയിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് ക്ലാസ്സാണ്. ഇന്നലെ രാവിലെയാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം? എന്താണ് നമ്മുടെ പരലോക നയമാണല്ലോ? ഒരു കാർഷിക നയം, ഒരു വിദേശ നയം, വിദ്യാഭ്യാസ നയം, വ്യവസായ നയം ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് ഒരു വിശ്വാസിക്ക് ഒരു പരലോക നയം ആവശ്യമാണ്. ഖുർആൻ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ പറഞ്ഞെന്നറിയാം? സൂറത്തുൽ ഖസസിൽ ഒരു പണക്കാരന്റെ കഥ ഉണ്ടല്ലോ. ഹാറൂൻ എന്നാണ് പറയുന്നത്. ഇന്ന ഹാറൂന മിൻ ഖൗമി മൂസ. ഹാറൂൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമുദായത്തിലും കുടുംബത്തിലും പെട്ട ആളെയും. ചില തഫ്സീറുകളിൽ അദ്ദേഹം മൂസാ നബിയുടെ പെങ്ങളെ കുട്ടിയാണെന്ന് വരെ എഴുതിച്ചു. ഇരിക്കട്ടെ, ആവട്ടെ, അല്ലാതിരിക്കട്ടെ, പരമ സാധു, 5 പൈസ ഗതിയില്ലാത്ത ആളെയാണ്. അപ്പൊ വീട്ടിലെ ദുരിതം ഇങ്ങനെ വരുമ്പോ മൂസാ നബിയോട് പറയും, ദ്വാരക്കനട്ടെ, നമ്മക്കതാണുള്ള പണി, മൗലവിമാരെ കാണാം, ദ്വാരക്കനട്ടെ, മൂപ്പർക്ക് ദ്വാരക്കരാ പണി. ഒരാൾക്ക് വിശേഷിച്ച് നിങ്ങൾ ദ്വാരക്കനാണ്. പ്രാർത്ഥിക്കൽ എല്ലാവർക്കും പറ്റും. അപ്പൊ മൂസാനോട് ദ്വാരക്കനട്ടോ, പുരയിൽ വളരെ വിഷമാണ്, സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഈ ദ്വാരക്കനട്ടെ. മൂസാനെ പറയും, ഹാറൂനെ എനിക്ക് ഇപ്പൊ ഉള്ള അവസ്ഥയെ നല്ലത്, ഇപ്പൊ എനിക്ക് പള്ളിയിലും പന്തലിലൊക്കെ വരാൻ അവസരം ഉണ്ടെങ്കിൽ പൈസ ലേറ്റാണ്, പൈസ കൂടിയാൽ എന്നോട് തെരഞ്ഞാ കാണൂല, നിങ്ങൾ ഇന്ന കൂട്ടത്തിൽ കൂട്ടണ്ട, നിങ്ങൾ ദ്വാരക്ക. മൂസാനെ അള്ളാണ്ട് കൊടുത്തൊരു കൊടുക്കൽ. എന്താ ആദ്യത്തെ പ്രതികരണം? അവൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശത്രുവായി മാറി. അവനും ജനങ്ങളും തമ്മിലുള്ള ഒരു സംഭാഷണം സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൂറത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് പരിശോധിക്കേണ്ട
പറയുന്നത് ഷഹറുൽ ഖുർആനാണ്. ഖുർആന്റെ മാസമാണ്. ഈ മാസം മറച്ചു നോക്കിയിരുന്നപ്പോഴാ മറച്ചു നോക്കല്. ആ ജനങ്ങള് ഖാറൂനോട് പറയാം, എന്താ പറഞ്ഞത്? നീ നിനക്ക് അള്ളാഹ് തന്ന നിഅമത്ത് കൊണ്ട് നീ നിന്റെ പരലോകം തേടണട്ടോ. അതാണ് പരലോക നയം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്താണോ അള്ളാഹു നൽകിയ ആയുസ്, എനിക്ക് നിങ്ങളത്ര തന്നോളുന്നില്ല, നിങ്ങളത്ര പൈസ ഉണ്ടായിക്കോളുന്നില്ല, നിങ്ങളത്ര അവസരങ്ങൾ കിട്ടിക്കോളുന്നില്ല. പക്ഷെ എനിക്ക് എന്താണോ കിട്ടിയത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പരലോകം നേടാം. ഞാൻ അയാളെ മാതിരി ആവട്ടെ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ചില സ്ഥലത്തൊക്കെ പിരിവിന് ചെന്നാ ചോദിക്കും, മൂപ്പരമാരിയൊക്കെ ഞാനെങ്കിലല്ലോ മുഴുവൻ ഞാൻ തരുന്നത്. അപ്പൊ മൂപ്പര് മുഴുവൻ തരാത്ത മൂപ്പരമാരി ആകത്തോണ്ട ആയാത്തരും ആയിക്കോളന്നില്ലല്ലോ. ഇപ്പൊ നമ്മളാരാണ്? ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അത് സമ്പത്താവട്ടെ, അറിവാവട്ടെ, ആരോഗ്യമാവട്ടെ, ആയുഷ്മാവട്ടെ, അത് ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മുടെ പരലോകം നടത്തുന്നു. അതിനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ശരിക്കും പട്ടിണി എന്താണ് എന്ന് അനുഭവിച്ചവരാണ് നമ്മൾ ആരും പട്ടിണി അനുഭവിച്ചില്ല. ഈ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വിശപ്പല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ചിലർ മനസ്സിലാക്കിയ വിശപ്പാണ് പട്ടിണി. അല്ല, നോമ്പിന്റെ വിശപ്പ് പട്ടിണിയേ അല്ല. എന്തുകൊണ്ട്? വീട്ടിൽ നമ്മക്കറിയാം, പെണ്ണുങ്ങൾ തുടങ്ങിയില്ല, പെണ്ണുങ്ങൾ രാവിലെ തുടങ്ങി ഈ പട്ടിണിക്ക് പകരം വീട്ടാൻ. നമ്മൾ രാവിലെ എടുത്തവണ എന്താ അറിയോ? കറി വെക്കാനുള്ള സാധനം ഞാൻ കൊടുത്തതാണ്. പട്ടിണിയെ നേരിടാനുള്ള പണി എടുത്തിട്ടാണ് പോകുന്നത്. ഇനി അസറിന്റെ ലക്ഷങ്ങൾ ക്ലാസ് വെച്ച് നോക്കി നമ്മളെ പെണ്ണുങ്ങൾ വരുമോ? എന്താ കാരണം? പട്ടിണി മാറ്റണം. അപ്പൊ എന്താ പട്ടിണി എന്നറിയോ? വിശപ്പ്. ഭക്ഷണം എപ്പോഴാണ് കിട്ടുക എന്നറിയാത്ത വിശപ്പിന്റെ പേരാണ് പട്ടിണി. അതനുഭവിച്ചവരാണ് സഹാബികൾ. 2.5 വർഷം 3 വർഷം കാലം അബൂ താലിബിൽ പ്രവാചകനും അനുയായികളും അനുഭവിച്ചത് പട്ടിണിയായിരുന്നു. വിശപ്പല്ല, പട്ടിണി. 2.5 വയസ്സായ കുട്ടിയായിരിക്കുന്ന 2.5 വയസ്സായ കുട്ടികൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് കരയുന്നത് കിലോമീറ്ററുകൾക്ക് അകലെ കേൾക്കാമായിരുന്നു. അതാണ് സഹോദരങ്ങളെ പട്ടിണി. അത് അനുഭവിച്ചവരാണ് കാണികൾ. ആരും സ്വയം പര്യാപ്തമായി പൈസക്കാരില്ല. വളരെ കുറഞ്ഞ ആളുകളെ സാമ്പത്തിക ശേഷി പോലും. അങ്ങനെ ചെറിയ ചെറിയ വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്നു സഹാബികൾ. ഒരു ദിവസം ഞാനൊരു സഹാബിയാണ്, എൻ്റെ അടുത്ത് വേറൊരാളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ വളരെ പ്രയാസാണ് എന്ന് അയാൾ മനസ്സിലാക്കി. അപ്പൊ അയാളെ കുട്ടിന്റെ കയ്യിൽ ഒരു ഭക്ഷണപ്പൊതി എന്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നു. ഞാൻ എന്താ പറഞ്ഞിട്ട് വരുന്നറിയോ? ഒരു പരലോകം നായ. അങ്ങനെ ആ കുട്ടി ആ ഭക്ഷണപ്പൊതി എന്റെ വീട്ടിൽ കൊണ്ടു. ഞാൻ ആ പൊതി കഴിച്ചു നോക്കുമ്പോ ഒരാടിന്റെ തല. അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മഞ്ച് തിന്നുന്ന മാതിരിയാണ് ഒരാടിന്റെ തല. കാരണം ഒരാട് മുഴുവൻ ഉണ്ടെങ്കിൽ 8 അറബികൾക്കേ തികയുള്ളൂ. അന്നത്തെ ശാരീരിക ക്ഷമതയനുസരിച്ച് ഒരാട് 8 അറബികൾക്കേ തികയും. അങ്ങനത്തെ സ്ഥാനത്താണ് ഒരു വീട്ടിൽ കൊടുത്തയക്കുന്നത് ഒരാടിന്റെ തല ഉള്ളത് കൊടുത്തയക്കുന്നത്. അപ്പൊ ഞാനത് വാങ്ങി തുറന്നു നോക്കുമ്പോ എനിക്ക് മനസ്സിലായി എന്റെ വീട്ടില് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് അയൽവാസി കൊടുത്തയച്ചതാണ്. അതിന്റെ അർത്ഥം എന്റെ ബുദ്ധിമുട്ട് ഉപയോഗപ്പെടുത്തി അയാൾ സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ ഒരു ആത്മീയ വായന നടത്തിയത്. അപ്പൊ ഞാൻ ചിന്തിച്ച എന്താണ്? ഈ ആടിന്റെ തല ഞാനോണ്ട് വെച്ച് തിന്നാലും തിന്നാന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നെക്കാളും കഷ്ടപ്പെടുന്ന വീട് അവിടെ ഉണ്ട്. തങ്ങട്ട് കൊടുത്തയച്ചാൽ എന്താ കിട്ടാന്നറിയോ? ഈ ആടിന്റെ തല കൊണ്ട് ഇയാൾക്ക് എന്താണോ കിട്ടിയത് അത് ഇട്ട് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ എന്റെ മോനോട് പറയാം, മോനെ അത് ആ കടലാസിൽ തന്നെ തിന്നാ, നമ്മളെക്കാളും ബുദ്ധിമുട്ടാകുന്ന അപ്പുറത്ത് ആടെ കൊണ്ടുപോകും. അപ്പൊ എന്റെ കുട്ടികൾ ആടെ കൊണ്ടുപോകും. അയാളും ചിന്തിച്ചത് എന്തിനാ അയൽവാസികൾക്ക് കൊടുത്തയച്ചത് എന്ന് പറഞ്ഞ് 7 വീടുകളിൽ കയറി ഇറങ്ങി അവസാനം എന്റെ വീട്ടിൽ തന്നെ എത്തിയത് ഒരാടിന്റെ തല. ഇതാണ് ഒരു ദിവസത്തെ അല്ല, ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോ നമ്മൾ അതിനോട് കാണിക്കേണ്ട ഒരു നയമാണ്, എനിക്ക് എന്താണോ കിട്ടിയത് അതുകൊണ്ട് ഞാൻ എന്റെ പരലോകം നേടുക. 2, ആരാണ് വിജയിച്ചത്? എന്താണ് യഥാർത്ഥത്തിലുള്ള വിജയം? ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണും? നമുക്ക് പല കാഴ്ചക്കാർ
വിദ്യാർത്ഥികൾക്ക് ചോദിച്ചു പോലെതായ കാഴ്ചപ്പാടുണ്ടാവും, കച്ചവടക്കാരോട് ചോദിച്ചു പോലെതായ കാഴ്ചപ്പാടുണ്ടാവും, ഉദ്യോഗസ്ഥരോട് ചോദിച്ചു പോലെതായ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ ഖുർആൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. സൂറ ആൽ ഇംറാൻ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. യഥാർത്ഥ വിജയം അതാണ്. അതിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും പറ്റില്ല. അതിന് അനുകൂലമാകുന്ന രൂപത്തിലേക്ക് എന്റെ എല്ലാത്തിനെയും പരിവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കണം. ഒരു വിശ്വാസി അവന്റെ ദിവസത്തെ ക്രമപ്പെടുത്തുമ്പോ ചിന്തിക്കേണ്ട സംഗതി രണ്ടാമത്താണ്. ഇത് യഥാർത്ഥ ലക്ഷ്യം വിജയം എന്നത് സ്വർഗപ്രവേശനമാണ്. അതിനാണ് അള്ളാഹു എനിക്ക് വിഭവങ്ങളൊക്കെ തന്നത്. അതിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ ഈ വിഭവങ്ങളെ സമീപിക്കാൻ തന്നെ പാടില്ല. നോക്കൂ, നിങ്ങൾ വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ വന്ന നൂറുകണക്കിന് വിശ്വാസികളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹ് ആരോഗ്യവും സമയവും സമ്പത്തും തന്നത് സ്വർഗം കാണാനാണെങ്കിൽ അത് സ്വർഗ പ്രവേശനത്തിന് തടസ്സമായി മാറരുത്. എല്ലാ വെള്ളിയാഴ്ചയും ഇന്ന് നമ്മൾക്ക് അതാണ് ദീനീ പ്രവർത്തനത്തിന് തടസ്സം. നമ്മൾക്ക് അല്ലാഹ് തന്ന അനുഗ്രഹം അല്ലാഹുവോടുള്ള കടപ്പാട് നിർവഹിക്കുന്നതിന് തടസ്സമായി മാറുന്നു. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. എത്ര നല്ല മനുഷ്യന്മാരാണ്. അവരുടെ കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ അള്ളാന്റെ വിളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തടസ്സമേ അല്ല. നമുക്കൊക്കെ തടസ്സമാണ്. ഒന്നാം ക്ലാസ് തീരുമാനിച്ചു, 0 ക്ലാസ് സ്കോഡ് പ്രവർത്തനം നടത്താൻ 5 മിനിറ്റ്. തൊട്ടടുത്ത വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു, നമ്മളൊരു ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ പുഴക്കാറ്റി വരാൻ അൽഹംദുലില്ലാ ഞാനും കുറെ കാലം നമ്മളെ ക്ലാസ്സിൽ പള്ളി മദ്രസൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഇല്ലല്ലോ. ഞാനും ഇങ്ങനെ കുറെ കാലം എന്താ പോലെ ക്ലാസ് ഉണ്ടാക്കാത്ത. ഏതായാലും നിങ്ങൾ തുടങ്ങി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞു, സമയം 10:30. 10:30 ക്ലാസ് കിട്ടും. അതിന്റെ കുട്ടികൾ സ്കൂളിൽ പോകണ സമയല്ലേ. അത് ശരിയാണ്. അപ്പൊ കുട്ടികള് ഖുർആൻ ക്ലാസ്സിന് തടസ്സമായി. അപ്പൊ MGM ചെയ്ത് രണ്ടാമത്തെ വീട്ടിൽ എന്നിട്ട് സമയം മാറ്റി 2:30. ഇതേ വീട്ടിൽ കയറി അതേ സമയം മാറ്റിക്കിട്ടോ 2:30. ഇത് പറഞ്ഞാൽ യാത്ര ചോർന്നാകുന്ന സമയല്ലേ. കുട്ടികൾ സ്കൂളിൽ വണ്ടി ചോർന്ന ഈ സമയം 2:30 വെച്ചാൽ നമുക്ക് വരാൻ കഴിയോ? മീറ്റിംഗ് മൂന്നാമത്തതും കൂടി 4:30. ഇത് പറയാൻ അടിച്ചതേ ഓർമ്മയുള്ളൂ. 4:30 കുട്ടികൾ സ്കൂളിലേക്ക് സമയം എപ്പോഴും നടക്കുന്ന പറയും. നമ്മക്ക് എന്താ തടസ്സം? ജമാഅത്തിൽ വരാൻ എന്താ തടസ്സം? ജുമുഅക്ക് നേരത്തെ വരാൻ എന്താ തടസ്സം? പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ എന്താ തടസ്സം? ദീനീ പ്രവർത്തനത്തിന് എന്താ തടസ്സം? അല്ലാഹു തന്ന നിഅമത്ത് എല്ലാ വെള്ളിയാഴ്ച പഠിപ്പിക്കുക. ഇത് ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ശാരീരികമായ ആവശ്യമാണ് ഉറക്കം. ഉറങ്ങാതെ നിസ്കരിക്കാൻ തീരുമാനിച്ച ആളുകളെ പ്രവാചകൻ തിരുത്തിയിട്ടുണ്ട്. അതേ ഖുർആൻ പറയാണ്, എന്താ പറയാ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ വെള്ളിയാഴ്ച സുബീന്റെ പ്രത്യേകത എന്താ? ഒരാഴ്ച ഒരു വിശ്വാസി ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ച സുബിയ. നമുക്ക് തോന്നിയില്ല. എന്താ അറിയോ? നമ്മളാ ഭാഗത്തേക്ക് പോയില്ല. എന്താ കാരണം? ആ നമസ്കാരത്തിൽ ചില പ്രത്യേക സൂറകൾ പ്രവാചകൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സൂറകളിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലും മറന്നു പോവാൻ പാടില്ലാത്ത ഒരുപാട് താക്കീതുകളും മുന്നറിയിപ്പുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ആ സൂറത്തുകൾ. പ്രവാചകന്റെ പടിയിലെ സുബി, വെള്ളിയാഴ്ച സുബി ഒരു കൂട്ടക്കരച്ചിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം ആ ജാതി ആയത്താവുന്നത് നിങ്ങളെ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. നോക്കിക്കളെ, നിങ്ങളുടെ കൂടെ ഇമാം ഗസാലി പറഞ്ഞത് മനുഷ്യന്റെ കൂടെ 7 മലക്കുണ്ട്. ഒരു
ഒരു മലക്കിന്റെ ഡ്യൂട്ടി ഇവനെ മരിപ്പിക്കലാണ്. അത് ജനിച്ചന്നുണ്ട്. അവലെങ്ങാൻ നമ്മൾ കാണുകയാണ് നമ്മൾ സ്ഥിതി ആലോചിക്കുക. അപ്പൊ അതെന്താണ്? ആ ഒരു ബോധം പകർന്നു കൊടുക്കുക. അതുപോലെ ഒരുപാട് ആയത്തുകൾ, മുന്നറിയിപ്പുകൾ ഈ സൂറത്തു ബദറിലും സൂറത്തു സജദയിലും ഒക്കെ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ അല്ലാഹു പറയാണ്, എത്ര ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരാ സഹോദരന്മാരെ. അന്ന് ആരെങ്കിലും ഗവൺമെന്റ് ജോലി ഏസിന്റെ ഉള്ളിൽ ചെയ്തു? കുടുംബം പോറ്റാൻ കൊട്ടാര വില അധ്വാനിക്കുന്നവരല്ലേ ഷാഹിയൊക്കെ. എന്നിട്ട് അവർ ആരെങ്കിലും അലാറം വെച്ചിട്ടാണോ അണിച്ചത്? ഇല്ല. അവരുടെ മനസ്സ് അവർ അലാറമാക്കി. അവരുടെ മനസ്സ് അലാറമാക്കി. എപ്പോഴാണോ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ചാടി നീക്കാൻ. നമ്മളിപ്പോ റമദാനിൽ ചാടി നീക്കുന്നത് പടച്ചോനെ വിചാരിച്ചിട്ടല്ല, എന്താ തിന്നോന്ന് വിചാരിച്ചിട്ട്. റമദാനാണ് കഴിഞ്ഞാലോ ചാടലും ഇല്ല നീക്കലും ഇല്ല. അത് നമ്മളെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള താല്പര്യമാണ്. അല്ല പടച്ചോൻ ഒന്നാം ആകാശത്ത് വരുന്ന ഭക്ഷണം നമ്മൾ അറിയില്ല. എല്ലാ ദിവസവും വരുന്നു. നമ്മുടെ ശാരീരിക സുഖത്തിന് വേണ്ടി അള്ളാഹ് നൽകിയ ഉറക്ക് അള്ളാഹെ കാണാൻ നമുക്ക് തടസ്സമായില്ലേ? ഉറക്കാരാ തരുന്നത്? അള്ളാഹു. എന്തിനു? ഉറക്കിന്റെ എന്താ? കള്ള് കുടിച്ച് ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ ചെയ്തിട്ടൊക്കെ ഉറക്കിന് മനുഷ്യന്മാരില്ലേ ചങ്ങന്മാര്? ഉണ്ട്. ഓർക്ക് ഉറക്കിന്റെ വില എന്താണെന്നറിയേ? ഉണ്ട്. നമ്മൾ ചെന്ന് കിടന്നതേ ഓർമ്മുള്ളൂ. ഉറങ്ങിയില്ലേ? ആരാ തന്നത്? അള്ളാഹു. ആ ഉറക്കമെന്ന അനുഗ്രഹം അള്ളാഹെ തന്നെ കാണാൻ നമുക്ക് തടസ്സമായില്ലേ? എന്ത് വേണം? എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. ഇല്ല അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മുടെ പരലോകം കാണണം. ഇനി ഒരൊറ്റ ഹദീസ് പറഞ്ഞ എന്റെ സംസാരം ഒറ്റ ഹദീസ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ ചിട്ടപ്പെടുക? നിങ്ങൾ ഈ വിഷയം എങ്ങനെയാ പ്രതീക്ഷിച്ചത് എനിക്കറിയില്ല. രാവിലെ എണീക്കുമ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. നമ്മുടെ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം? ഒന്ന് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. രണ്ട്, അതിന് നമ്മൾക്ക് എന്താണോ അള്ളാഹ് തന്നത് അത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വെള്ളം തേടുക. രണ്ട്. മൂന്ന്, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ഹദീസാണ്. അത് രാവിലെ വൈകിട്ട് നമ്മോട് ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പ്രാർത്ഥന സത്യത്തിൽ അതാണ് ദീൻ. റദീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇത് ഒരു കേവല പ്രാർത്ഥനയായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. സത്യത്തിൽ അതാണ് ഒരു മുസൽമാന്റെ ഒരു ദിവസം, അല്ല ഒരു ജീവിതം. ആ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് ഇതിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. റബ്ബായിക്കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. ഇതിനർത്ഥം എന്താ? എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ പിന്നെ ചോദ്യമില്ലാത്ത അനുസരണം. അള്ളാഹ് കൽപ്പിക്കുക, അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? പരിശോധിക്കുക. ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വന്നിട്ട് നമ്മുടെ വീട്ടിലെ കിണർ പരിശോധിച്ചു. വെള്ളം പരിശോധിച്ചു പറഞ്ഞു, ഈ വെള്ളം കുടിക്കാൻ പറ്റില്ല, കുടിക്കാൻ ഉപയോഗിക്കണ്ട, അലക്കാനും പിന്നെ കഴുകാനും ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാൻ വലിയൊരു കണ്ടീഷനില്ല, വലിയ കുഴപ്പമില്ലെങ്കിലും ഒരു കണ്ടീഷൻ പോരാ എന്ന് നമ്മളെ കിണറിലെ വെള്ളത്തെ പറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ആള് പറഞ്ഞു തരണം. പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മളോ നമ്മളെ മക്കളോ നമ്മുടെ ബന്ധുക്കളോ അയൽവാസികളോ ആ കിണറിന് വെള്ളം മുക്കാൻ ഉപയോഗിക്കും ഇല്ല. എന്താ കാരണം? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആള് പറഞ്ഞാൽ കുടിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞാലോ പ്രശ്നമില്ല. അപ്പൊ അള്ളാഹിനെ ഇടയിൽ കൊണ്ടുവച്ചത് അള്ളാഹ് കൽപ്പിച്ചാൽ എത്ര ചരിത്രമുണ്ട്. 23 കൊല്ലം കൊണ്ട് ഖുർആൻ ഉണ്ടാക്കിയ പരിവർത്തനം തന്നെ അതല്ല. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം പാകപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിച്ചു എന്നതല്ലേ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു അള്ളാഹു ആയിരുന്നില്ലേ? എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ പേര് ഹദീസ് ജിബ്രീൽ എന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ ഹദീസിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകത്തിൽ വരുന്നു, കുറെ ചോദിച്ചു. ഇസ്ലാമിനെ പറ്റി ചോദിച്ചു, ഈമാനിനെ പറ്റി ചോദിച്ചു. പിന്നെ ചോദിച്ച ചോദ്യം എന്താണ് ഇഹ്സാൻ?
ഈ വിശ്വാസം നിന്റെ മനസ്സിലുണ്ട് 6 കാര്യത്തിൽ വിശ്വസിക്കുകയും 5 കാര്യം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് നീ എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്താണ്? അതിന് പ്രവാചകൻ നൽകിയ മറുപടി എന്താ? നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നത് പോലെ ജീവിക്കലാണ്. എന്നാൽ അള്ളാന്റെ മുമ്പിൽ ജീവിക്കുക. നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ജനങ്ങളെ മുമ്പിലാണ്. നമ്മൾ പല നന്മയും ചെയ്യുന്നത്, പല തിന്മയും ചെയ്യാതിരിക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. പരിശോധിക്കും, സൂക്ഷ്മമായി പരിശോധിക്കും. ജനങ്ങൾ കാണാത്ത സ്ഥലത്തെത്തിയാലോ ചെയ്യും. അങ്ങാടിന്ന് ചെയ്യാൻ മടിക്കുന്നത് അടുക്കളയിൽ ചെയ്യും. പകല് ചെയ്യാൻ മടിക്കുന്നത് രാത്രി ചെയ്യും. പിന്നെ കൂട്ടമായിരിക്കുമ്പോ ചെയ്യാൻ മടിക്കുന്നത് ഒറ്റക്ക് ചെയ്യും. സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യാൻ മടിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയാൽ ചെയ്യും. ചില ആളുകൾ ടൂറ് പോണതിനെന്തിനാ? നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത ചില തോന്നിവാസങ്ങൾ സ്വയമായി ചെയ്യാനല്ലേ. എന്താ വിഷയം? അള്ളാന്റെ മുമ്പിലല്ല, ജനങ്ങളെ മുമ്പിലാണ് ജീവിക്കുന്നത്. വെള്ളിയാഴ്ച ജുമഅക്ക് പോകുന്ന വിശ്വാസി വെള്ളിയാഴ്ച അസറിന് പള്ളിയിൽ പോകാൻ അങ്ങാടിയിരിക്കും. കാരണം എന്താ അറിയാം? ഒരു കുട്ടിയും ചോദിക്കൂല എന്റെ അസറിന് പള്ളിയിൽ പോകാൻ. വെള്ളിയാഴ്ച പോകാൻ അറിയുന്നാൽ ഏത് മുസ്ലിം സുഹൃത്തുക്കൾ ചോദിക്കുന്നത് വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലേ? അപ്പൊ പള്ളിയിൽ പോയാൽ വേണ്ടിയ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം. എല്ലാം പടച്ചവൻ വേണ്ടി. മുആദ് റളിയല്ലാഹു അൻഹു 2.5 ലക്ഷം സഹാബികളുടെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിന്റെ മുഖത്ത് നോക്കി, ഇന്നീ ഉഹിബ്ബുക യാ മുആദ്, മുആദ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഏക സഹാബിന്റെ പേരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. കർമ്മശാസ്ത്ര വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ മുആദിനോട് ചോദിച്ചാൽ മതി എന്ന് റസൂൽ പറഞ്ഞു. അത്ര വിജ്ഞാനമുള്ള ആളാണ്. നല്ല ക്ലാസ്സുമാണ്. അദ്ദേഹം സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഒരു ക്ലാസ്സിൽ വന്നു. അത് കേട്ടറിഞ്ഞ് ധാരാളം വിശ്വാസികൾ പല ഭാഗത്തു നിന്ന് ക്ലാസ് കേൾക്കാനും സംശയം. കർമ്മശാസ്ത്രത്തിലാണല്ലോ സംശയം ഉണ്ടാവുക. നമ്മളെ സംശയം തീർന്നിട്ട് നിർത്തിയല്ലോ നമ്മൾ. ഇഞ്ചിപ്പ് എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ നിർത്തി എത്രയോ നിസ്കാരത്തെ പറ്റിയ ക്ലാസ്സിൽ ചോദിച്ചാൽ നിസ്കരിച്ചപ്പോ കസാലെ കുത്തിയത്തിൽ തുടങ്ങി സംശയപ്പെടും മാറി. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ സമയം സംശയം ചോദിക്കാൻ വേണ്ടി കൊടുക്കും. എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിച്ചു. ജനങ്ങളൊക്കെ പോയിട്ട് ഒരാളവിടെ അങ്ങനെ ഇരിക്കും. അയാൾ എല്ലാവരും പോയപ്പോ മാതെ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, കുറെ കാലമായി ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ കാണാൻ പറ്റില്ല. ഇന്ന് നിങ്ങളെ ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ വളരെ ദൂരത്ത് വന്നതാണ്. ഞാൻ താങ്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നമ്മളാണ് എന്താ പറയാ, സ്നേഹിക്കുന്നു എന്ന് കൊണ്ടോട് പറ്റും ചായ വെള്ളം വാങ്ങിക്കുക. അദ്ദേഹം ചോദിച്ചത് അലില്ലാഹി, അല്ലാഹുവിന് വേണ്ടിയാണോ ഈ സ്നേഹം? 3 വട്ടം ആവർത്തിച്ചു ചോദിച്ചു. 3 വട്ടം ഇയാൾ വന്ന് പടച്ചോന് വേണ്ടിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്കിൽ അബശ്ശിർ താങ്കൾ സന്തോഷിക്കണം. ഇന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ് വ അഅത ലില്ലാഹ് വ മനഅ ലില്ലാഹ് വ അൻഗഹ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാനുഹു. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി വെറുക്കുന്ന, അല്ലാഹുവിന് വേണ്ടി നൽകുന്ന, അല്ലാഹുവിന് വേണ്ടി നൽകാതിരിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി വിവാഹം കഴിക്കുന്നവന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. എല്ലാം അല്ലാഹുവിന് വേണ്ടി. അതാണ് അതുകൊണ്ടാണ് അടർക്കളത്തിൽ സ്വന്തം ബന്ധുക്കളും ജ്യേഷ്ഠാനുജന്മാരുമായിരുന്നിട്ടും ബദറിൽ ഏറ്റുമുട്ടാൻ സഹാബിക്ക് സാധിച്ചതുകൊണ്ടാണ്. അവർ അള്ളാനെ സ്നേഹിച്ചത്. ഹസൻ ബസരി പ്രവാചകന്റെ ഒരു കവി ഉണ്ട്, പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ 2 മിമ്പർ ഉണ്ടാക്കി. ഒന്ന് പ്രവാചകന്റെ ഹിദ്ർ പറയാൻ, 2 ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഷാഇർ റസൂൽ പ്രവാചകന്റെ കവിയാണ്. ഇസ്ലാമിനെതിരിൽ കവിതയിലൂടെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ കവിതയിലൂടെ മറുപടി പറയാൻ പ്രവാചകൻ ഏർപ്പാടാക്കിയ വ്യക്തിയാണ് ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പള്ളിയിൽ മിമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പിൽക്കാലക്കാരായ വിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സമ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെലവഴിച്ചത്
അള്ളാന്റെ ദീനാണ്. അദ്ദേഹം പറയാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിലപ്പെട്ടതൊക്കെ നമ്മൾ കൊടുത്തത് ദീനിന് വേണ്ടിയാണ്. ഈ ദീനിനോട് ദീനിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനും മുന്നോട്ട് വന്ന ആരോടും ഞങ്ങൾക്ക് ആയുധമെടുത്ത് പോരാടേണ്ടി വന്നു. അയാൾ ഞങ്ങളുടെ എത്ര നല്ല ബന്ധുവായിരുന്നാലും ശരി. ബദറിലേക്ക് മുട്ടിയത് ബന്ധുക്കളാണ്. എങ്ങനെ ആയുധം കൊടുക്കാൻ സാധിച്ചത്? അള്ളാഹനെ സ്നേഹിച്ചതുകൊണ്ടാണ്. അള്ളാഹ്ക്കാണോ നമസ്കാരം, അള്ളാഹ്ക്ക് എതിരാണോ അവനായിട്ട് യാതൊരു ബന്ധുവില്ല. അള്ളാന്റെ ദീൻ എതിർക്കാൻ വന്നത് സ്വന്തം ബന്ധുക്കളായിട്ട് പോലും ബദറിൽ അവർക്ക് ആയുധമെടുത്ത് അടരാടേണ്ടി വന്നു. അതിന്റെ മർമ്മം എന്താ? അള്ളാഹുവിനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്നേഹിക്കുക, അതാണ് അള്ളാഹ്ക്ക് വേണ്ടിയാവണം സ്നേഹം. നമ്മൾ പലരും സ്നേഹിക്കുന്നില്ലല്ലോ. നമ്മളെ സ്നേഹമൊക്കെ അങ്ങനെ മാറി 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 വരും. എന്താ കാരണം? എവിടൊക്കെയാണ് ആരൊക്കെ ഇടയ്ക്ക് ഉള്ളത് നോക്കിയിട്ടാണ് സ്നേഹിക്കുക. സലാം പറയുന്നത് പോലും അളന്നു മുറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരാളെ കാണുമ്പോഴുള്ള തുറന്ന സമീപനം നമുക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയി പലതിന്റെയും പേരിൽ. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കണം. നമ്മൾ പലരും വെറുക്കലുണ്ട്. എന്താ കാരണം? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അല്ല, നമ്മളാളല്ലേ എന്നോട് വെറുപ്പാണ്. എത്ര നന്നായിട്ട് കാര്യമില്ല. പിന്നെയോ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ചിലപ്പോൾ കൊടുക്കാതെ കണ്ടിരും. അള്ളാഹ്ക്ക് വേണ്ടി വിവാഹം കഴിക്കണം. ഈമാനോ അവന്റെ ഈമാൻ പൂർത്തിയ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാന്റെ കൽപ്പന, അള്ളാന്റെ തൃപ്തി ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇസ്ലാമിലേക്ക് വന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് നിരാഹാരം കടന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഉമ്മ. ഒരു ഉമ്മ നിരാഹാരം കടന്ന, അപ്പൊ ഞാൻ മുജാഹിദായത് എന്റെ ഉമ്മ കൂളിമാട് പന്തലൊക്കെ കെട്ടി നിരാഹാരം ഒന്നാം ദിവസം. എന്താ വിഷയം? മുജാഹിദിനോട് പോരണം എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച് കളിയുക. നാട്ടുകാർ മുഴുവൻക്കെതിരെ അവരുടെ അമ്മയെ പറ്റി മുജാഹിദ്, ഉമ്മനെ കൊന്നിട്ടായി മുജാഹിദ് എന്ന് പറയും. ഞാൻ വളരെ സമ്മർദ്ദത്തിലാവും. സ്വാഭാവികമാണ്. നിരാഹാരം കടന്നു. പലപ്പോഴും സല്ലല്ലാഹു വന്നിട്ട് അനുനയിപ്പിക്കാൻ നോക്കി സംസാരിച്ചു. നീ ആ മതം ഒഴിവാക്കാതെ ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല, തണലത്ത് ഞാൻ ഇരിക്കില്ല, വെയില് കൊണ്ട് പട്ടിണി ഞാൻ വരും. ചരിത്രം ഉമ്മയെ കൊന്നവൻ എന്ന് നിന്നെ പറ്റി വിധി എഴുതും. അതുകൊണ്ട് വേണ്ടേ ഇസ്ലാമിന് പോന്നോ, ഞാൻ വെള്ളം കുടിച്ചോളാം. എന്താ സല്ലല്ലാഹു പറഞ്ഞത്? ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു 1000 ജന്മം, ആ 1000 ജന്മം നിങ്ങൾ പട്ടിണി മരിച്ചാലും ഇസ്ലാമെന്ന് സാധനം കേട്ടോ. അപ്പോഴാണ് ആയത്തറിയുക, ശിർക്ക് ചെയ്യുന്ന കാര്യം ആര് കൽപ്പിച്ചാലും ശരി, മാതാപിതാക്കളാണ് ശരി, അവരെ നീ അനുസരിക്കേണ്ടതില്ല. എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ ഒന്നും ഒരു കുറവ് വരുത്താൻ പാടില്ല എന്ന് അള്ളാഹു. കോടിക്കണക്കിന് ദിർഹം ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ആളാണ്. വലിയ പണക്കാരനായിരുന്നു. ഒരു ദിവസം 2-3 പ്രാവശ്യം ഡ്രസ് മാറിയിരുന്ന ആളാണ് അദ്ദേഹം. ഇസ്ലാമിലേക്ക് വന്നിട്ട് എന്താ ഉണ്ടായത്? അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ ഛേദനേറ്റ് കിടക്കുമ്പോ ഒരു മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവാചകൻ ഒരു ബാപ്പന്റെ മുമ്പിൽ നിന്ന് കുട്ടികൾ കരയുന്നത് പോലെ കരഞ്ഞത് ഉഹദിന്റെ രണാങ്കണത്തിൽ മിസ്അബിന്റെ മയ്യത്ത് കിട്ടുന്നതാണ്. അറിയോ, ഒരു മനുഷ്യന്റെ രൂപമാക്കാൻ സാധിച്ചില്ല. മയ്യത്ത് എടുത്ത് കൂട്ടി പെറുക്കി വെച്ചിട്ട് ഒരു മനുഷ്യന്റെ മുഖത്തിലാക്കാൻ പല അവയവവും ഇല്ല. വെട്ടി നുറുക്കിക്കളഞ്ഞു. പല്ലില്ല, കണ്ണില്ല, മൂക്കില്ല. ചാട്ടുളി വായിലേക്ക് കുത്തി തിരിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് പല്ലൊക്കെ പുറത്ത് ഒരു മനുഷ്യന്റെ ഇമേജ് ചെയ്തു. അവസാനം തല മൂടിയ കാല് പുറത്ത്, കാല് മൂടിയ തല. ആരാന്നറിയോ? ഒരു ദിവസം എത്രയോ പ്രാവശ്യം ഡ്രസ് മാറിയ ആളാണ്. ഏറ്റവും വില കൂടിയ പെർഫ്യൂംസ് ഉപയോഗിച്ചാണ്. അദ്ദേഹത്തിന്റെ അവസാനം ഇങ്ങനെ അള്ളാഹു അവസാനം കൊടുത്തു. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പ്രവാചകൻ ഓതി, വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സൂറത്തുൽ അഅദ് വായിച്ചു. അദ്ദേഹത്തിന്റെ മയ്യത്ത്
കയ്യിൽ വാങ്ങി അവർക്ക് വെക്കുമ്പോ വീണ്ടും പ്രവാചകൻ കരഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഓതി ആയത്ത വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ റദീതു ബില്ലാഹി റബ്ബൻ. അല്ലാഹു ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടേ അതുണ്ടാവും. ഒന്ന്. രണ്ടാമത് അള്ള വിരോധിച്ച കാര്യം അള്ള വിരോധിച്ചോ അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും പാടില്ല, ഒരു ബന്ധവും പാടില്ല. ഇതാണ് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ രൂപം അള്ള വിരോധിച്ചതുമായിട്ട് ഒരു ബന്ധം പാടില്ല. സ്പോർട്സ് ആവാം, കലയാവാം, സാഹിത്യമാവാം, ശാസ്ത്രമാവാം, ഏത് മണ്ണാങ്കട്ടാൻ തിരക്കില്ല. അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും പാടാം. അല്ല അത് അങ്ങനെ ചെയ്ത SSLCക്ക് 10 മാർക്ക് അധികം കിട്ടും, ആ മാർക്ക് വേണ്ട, ആ മാർക്ക് വേണ്ട. അങ്ങനെ ഒരു വിദ്യാഭ്യാസം വേണ്ട, ഉദ്യോഗം വേണ്ട. നിൽക്കാൻ കഴിയണം. കള്ള് ഹറാമാക്കി നിർത്തുന്നൊക്കെ അറിയില്ലേ, പലിശ ഹറാമാക്കിയത് അറിയില്ലേ? അല്ലെ എത്ര എത്ര രോമാഞ്ചജനകമായ രൂപത്തിലാണ് കള്ള് ഹറാമാക്കിയ ആയത്തിനോട് കള്ളുകുടിയന്മാർ പ്രതികരിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. കള്ള് ഹറാമാക്കി ഒഴിവാക്കണമെന്ന ആയത്ത് ഇറങ്ങിയത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അബൂതൽഹാന്റെ കള്ള് ഷാപ്പ്, ഇത് മദ്രസ പള്ളി, അത് പള്ളി, ഇത് കള്ള് ഷാപ്പ്. നിസ്കരിക്കുക, കുടിക്കുക, നിസ്കരിക്കുക. എന്താ സുഖം! കാരണം കള്ള് ഹറാമാക്കാൻ മുമ്പുള്ള കഥ ഇനി വൈകുന്നേരം അത് ഇറങ്ങി പോണ്ട. അപ്പോഴാണ് കള്ള് കുടിച്ചുകൊണ്ടിരിക്കാൻ ഒരു കുട്ടി ആയത്തോടി കൂടി കടന്നുപോയത്. കള്ള് ഷാപ്പ് കത്തി അമർന്നുപോയി നിമിഷ നേരം കൊണ്ട്. അതുവരെ വിറ്റ് പൈസ പോലും എടുത്തില്ല. ഇനി കള്ളും ഞങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലോക ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഒരു പത്രപ്രവർത്തകൻ നമ്മുടെ ഒരു പണ്ഡിതനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, വേൾഡ് കപ്പ് വരികയാണ് കേട്ടോ, നിങ്ങളെ മക്കൾ ആദ്യമായി മദ്യം രുചിക്കുന്നത് വേൾഡ് കപ്പിന്റെ രാത്രിയാണ്. കാരണം ഇത് രാത്രി ഫുള്ള് കളിയാണല്ലോ, നോക്കണം കളി. ആരായി സമുദായം? കള്ളിൽ മുങ്ങി മരിക്കുകയായിരുന്നു അറബികൾ. ഞാൻ മരിച്ചാൽ എന്റെ മുന്തിരിവള്ളിന്റെ ചോട്ടിൽ കുഴിച്ചിടണം എന്ന് വസിയത്ത് ചെയ്തുമാറി കള്ളുമായി ബന്ധപ്പെട്ട സമുദായമായിരുന്നു അറബികൾ. അവരാണ് 10 നിമിഷം കൊണ്ട് കള്ളുമായിട്ട് ബന്ധമില്ല. വെറുതെ പറയല്ല. അബൂതൽഹാ റളിയല്ലാഹുവിന്റെ കള്ളശാപ്പ് അടിച്ചു പൊളിച്ച് കള്ളുഷാപ്പിന്റെ വേക്കില് കള്ള് ശേഖരിച്ചിരുന്ന പാത്രം അടിച്ചുളച്ചു. കള്ളിങ്ങനെ പുഴ പോലെ പരന്നൊഴുകി അതിങ്ങനെ കുഴികളിൽ തളം കെട്ടി നിന്നു. അതിങ്ങനെ ആവിയായി ഒരാഴ്ച കള്ള് ഹറാമായിട്ട് കൃത്യം ഒരാഴ്ച. മദീന പള്ളിയിൽ അസ്ലാം കൊടുത്തു. പള്ളിയിലേക്ക് വരുന്ന കൂട്ടത്തിൽ ഒരു വിശ്വാസി ഒരു പെൺ ഒട്ടകത്തിന്റെ മൂക്കേറ് പിടിച്ചിങ്ങനെ വരിക. പുറത്ത് കയറിയില്ല, നടന്നു വരിക. പള്ളിന്റെ പുറത്താടെ കെട്ടി കയറി റസൂലുള്ളാഹിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റുമോ? ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്ന എന്താ വർഷം? അത് നിങ്ങൾ വിചാരിച്ച ഒട്ടകല്ലേ. എന്താ? അബൂതൽഹാ റളിയല്ലാഹുവിന്റെ കള്ളുഷാപ്പിന്റെ ബാക്കില് കഴിഞ്ഞ ആഴ്ച നമ്മള് കള്ളിന്റെ പീപ്പൊക്കെ അടിച്ചുറച്ചല്ലോ. അപ്പൊ ഈ കള്ളിങ്ങനെ തളം കെട്ടുന്ന ഒരു കുഴി, ആ കുഴിയിൽ നിന്ന് മുളച്ച് വന്ന ഒരു കൈതച്ചൽ, കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് മുളച്ച് വന്ന ഒരു കൈതച്ചൽ. ആ കൈതച്ചെടി ഈ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. എന്താ അതിനെന്താണ്? കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ചു വരുമ്പോൾ ആ കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പൊ ആ കള്ളിന്റെ അംശമുള്ള കൈതച്ചെടി തിന്ന ഒട്ടകത്തിന്റെ പാലില് കള്ളിന്റെ അംശം ഉണ്ടാവൂലേ? എന്താ മാറ്റം? നമ്മൾ കള്ളിനെ ബീറാക്കി പലിശയെ ബോണസാക്കി നല്ല സുഖമായിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നത്. അല്ലാഹു റസൂൽ അല്ല വിരോധിച്ചതിനോട് ഒരു ബന്ധവും പാടില്ല. എന്റെ റോൾ മോഡൽ ആരാണ്? എന്റെ റോൾ മോഡൽ അല്ലാഹു റസൂലാണ്. നമ്മൾക്ക് ഏത് വിഷയത്തിലാണ് പ്രവാചകൻ റോൾ മോഡലാണ്? ഒരു കാര്യം പറയുന്നത്, ഒറ്റ കാര്യം ഞാൻ പറയാം. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രണ്ടാമത് അവിടെ മാത്രം, വേറെ എവിടെയും സുന്നത്തുണ്ടാവില്ല. നമ്മൾ കുടുങ്ങിനോട്ട് കഴിച്ചിലാവാൻ സുന്നത്തിന് പ്രവാചകന്റെ സുന്നത്തുങ്ങൾ നോക്കൂ. ഇസ്ലാം കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് കൈ കെട്ടിന് മുമ്പ് ഒരാള് ആണുങ്ങളെ സഫിലൂടെ ഇങ്ങനെ നടന്നിട്ട്
ഓല തുണിയും പാന്റും നെരിയാണ്ട് ഇടയിൽ നോക്കുന്നത് വളരെ നിസ്സാരാണ് നമുക്ക്. അത് പറഞ്ഞാൽ നമ്മൾ പഴഞ്ചനാവും. ഒരിക്കലും പള്ളിയിൽ നിന്ന് ജുമഴക്ക് കയ്യെത്തുന്ന മുമ്പ് ഞാൻ എല്ലാ ആഴ്ചയും പറയും. അപ്പൊ ഒരിക്കൽ കമ്മിറ്റി അത് പറയണ്ട, അത് പറയണ്ട. എന്താണ് ഓന്റെ കീപ്പട്ടാണ് അത് ഒരു നിസ്സാര കാര്യമാണോ? അല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, 3 വിഭാഗം ആളുകളോട് അള്ളാഹു പരലോകത്ത് തിരിഞ്ഞു നോക്കൂല, അള്ളാഹ് സംസാരിക്കൂല, അള്ളാഹ് വിചാരണ നടത്തിയിട്ട് അവരെ ശുദ്ധീകരിക്കൂല. 3 വിഭാഗം. ഒന്നാമത്തെ തുണി പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെ പാന്റ് എന്താണോ അവന്റെ വസ്ത്രം അത് നെരിയാണ്ട് കീഴ്പ്പെട്ട് വന്നവൻ എന്നാണ്. വളരെ നിസ്സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രവാചകൻ ഗൗരവത്തിൽ പറഞ്ഞ സംഗതികൾ ചെയ്ത് കാണിച്ചത് നമ്മൾ കാണിക്കേണ്ട മൂല്യം എന്താണ്? സഹോദരന്മാരെ, നമ്മൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, എന്താ കാര്യം? അത് നല്ലതല്ലേ? അല്ല, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നു, പടച്ചോൻ പറഞ്ഞതാ. ചെരുപ്പിടുമ്പോ വലത്തേക്കാലിടുന്നു, പടച്ചോൻ പറഞ്ഞതാ. വീട്ടിൽ പള്ളിയിൽ കയറുമ്പോ വലത്തേക്കാൽ വെക്കുന്നു, അള്ളാഹ് പറഞ്ഞതാ. അഭിമാനബോധത്തോടെ ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു അഭിമാനബോധമില്ല. സുന്നത്തിന് പിന്നെ വേറെ ചെറിയ അപകടം പറ്റിയെന്നറിയോ? നമ്മൾ പണ്ട്, നിങ്ങൾ ഏത് മദ്രസ പഠിച്ചെന്നില്ല, ഞാൻ സുന്നി മദ്രസ പഠിച്ചത്. നമ്മളൊക്കെ പഠിപ്പിച്ചെന്ന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. ചെയ്യേണ്ട ആവശ്യമല്ലോ. ഉപേക്ഷിച്ചാൽ കുറ്റം ചെല്ലും, ഇതിന് അതിന്റെ സത്യത്തിൽ എന്താ സുന്നത്ത്? നമുക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുന്ന സുന്നത്താണ്. അതിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ അറിയാം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ചാളാണ്. അദ്ദേഹത്തെ അന്നത്തെ സെലിബ്രിറ്റിയാണ്. ഉമർ എന്ന് കേട്ട ഒരു വികാരയാണ്. കാണാൻ ആളുകൾ തടിച്ചു പോയി. എന്താ കാണാനുള്ള ഒരു തുണിക്കുപ്പായി, ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ വരും. അപ്പൊ ഈ രാജാക്കന്മാർക്ക് പല സദസ്സിലും പങ്കെടുക്കേണ്ടി വരുമല്ലോ. വലിയ വലിയ ഉച്ചകോടികൾ ഉണ്ടാവും, രാഷ്ട്രനായകന്മാർ, വിദേശ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ മീറ്റിംഗുകൾ ഉണ്ടാവും. അങ്ങനെ വലിയ രാജാക്കന്മാരും പ്രമുഖന്മാരൊക്കെ പങ്കെടുത്തൊരു വലിയ സദസ്സിൽ എല്ലാരും നോക്കണമെന്നുള്ളവരുണ്ട്. കാരണം അദ്ദേഹം ഒന്ന് അറിയപ്പെടുന്ന ആളാണ്. അപ്പോ അങ്ങനെ ഉച്ചകോടിയൊക്കെ കഴിഞ്ഞ് ചോറ് വിളമ്പി. ചോറ് തിന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു, ചോറ് തന്നെ ഭക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ച പാത്രം നന്നായി വടിച്ച് വൃത്തിയാക്കണം, പ്രവാചകന്റെ സുന്നത്താണ്. അപ്പൊ ഉമർ റളിയല്ലാഹു ആരാ? എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. എല്ലാരും നോക്കണം ഉമർ റളിയല്ലാഹു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വടി തന്നെ വടി. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരു അമുസ്ലിമായ രാജാവ്, അയാൾക്ക് ഇത് പ്രവാചകനാണെന്നും സുന്നത്തൊന്നും അറിയില്ല. അയാൾ ഈ വടി കണ്ടപ്പോ ഇയാൾക്ക് തോന്നിയത് ഇയാൾക്ക് ചോറ് മതിയായില്ല. അപ്പൊ അയാൾ പറഞ്ഞു, കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് പാത്രം പോട്ട, വയാതി വടിയാ വടിയാ. അപ്പൊ ഒരു ഭക്ഷണം വേണ്ട, ഇങ്ങനെ ഉണ്ടൊരു വടി. അയാൾക്കത് അറിയില്ല. അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൈ കെട്ടി ആളെ വിളിച്ചു പുറത്ത് കൊണ്ടുപോയിട്ട്, ആരാണ് പ്രവാചകൻ, ആരാണ് അള്ളാഹു, എന്താ നമ്മൾ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഇവിടെ കുറെ വിഡ്ഢികളായ ദുനിയാവിന്റെ ആളുകൾ തടിച്ചുകൂടി എന്ന് കരുതി എന്റെ പ്രവാചകന്റെ ചര്യ ഒഴിവാക്കണം എന്നാണോ നിങ്ങൾ എന്നോട് കരുതുന്നത്? അദ്ദേഹത്തിന് മനസ്സിലായി പോയിട്ട് ആരാ പ്രവാചകൻ. ആ പ്രവാചകനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ കാണിക്കുന്ന സ്നേഹവും പ്രവാചകന്റെ ഓരോ ചലനങ്ങളോട് കാണിക്കുന്ന താല്പര്യവും മനസ്സിലാക്കി ആ സദസ്സിൽ വെച്ച് അദ്ദേഹം മുസ്ലിമാവാണ്. ഒറ്റ സുന്നത്തിന്റെ പേരിൽ. നമ്മക്കൊക്കെ ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കേണ്ടേ വലത്തെ കൈകൊണ്ട് തന്നെ, പക്ഷെ വെള്ളം കുടിക്കേണ്ട ഏത് കൈകൊണ്ടാന്ന് എപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഒരു സംശയം കൂടി ഇങ്ങനെ വരുന്നറിയോ? നമ്മളിങ്ങനെ എല്ലാവരും പല ജാതി മതസ്ഥരായിരിക്കുമല്ലോ. നമ്മളിങ്ങനെ ഈ ചോറുള്ള ഗ്ലാസ് കൈകൊണ്ട് ഗ്ലാസ് പിടിച്ചാൽ ആ ഗ്ലാസ് ഒരു ചോറാവൂലേ? ഇതൊന്നും പന്നിക്ക് റസൂല് മനസ്സിലായില്ല, അള്ളാഹ്ക്കും റസൂല് മനസ്സിലായില്ല. 14 നൂറ്റാണ്ട് കഴിഞ്ഞ കേരളത്തിൽ ചോറുണ്ടാവും, അതിൽ ചാറ് കാര്യം ഒരു ഗ്ലാസ് പിടിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ പ്ലേറ്റിന് ചോറാവില്ലേ, എന്താക്കലും കഴുകും, ഈ ഗ്ലാസ് പ്രവാചകന്റെ സുന്നത്താണ്. അതിന് അവർ കൊടുക്കുന്ന വില. ഇത് നമ്മൾ ഏത് മേഖലയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ഏത് കാര്യ സഹോദരന്മാരെ പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ ചെയ്ത ഒരു കാര്യം പറയുന്നത്? വിവാഹം കഥ പറയണോ? എവിടെ എത്തി നിൽക്കുന്നത്?
കണ്ണൂർ ജില്ലയിൽ ഒരു പെൺകുട്ടിന്റെ വീട്ടിലേക്ക് പുയ്യാപ്പള വന്നതാണ്. പുയ്യാപ്പള വന്ന സന്തോഷത്തിൽ ഈ കണ്ണൂർ ജില്ലക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സന്തോഷം ഉണ്ടായാൽ പടക്കം പൊട്ടിക്കുക. ഓരോ നാട്ടിൽ ഓരോ പോലാണ്. അപ്പോ ഈ എന്റെ വീട്ടിൽ എന്റെ മോളെ കെട്ടണ പുയ്യാപ്പള വന്നപ്പോ എന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പടക്കാണ്. എന്തുണ്ടായി, തൊട്ടപ്പുറത്തെ വീട്ടിൽ 25 ദിവസം പ്രായമായ ഒരു കുട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് കണ്ണെന്ന് വെള്ളം വരാണ്. 25 ദിവസം ഒരു ചോര പൈതൽ, കണ്ണും പൂക്കളില്ല, വായും പോയില്ല, ഐസിയില്ല. ഒരു വീട്ടിലേക്ക് പുയ്യാപ്പള വന്നതാണ്. ഇസ്ലാമിന്റെ കല്യാണമാണ്. ആ കല്യാണത്തിലും നിക്കാഹിന്റെ സദസ്സിൽ ബാറക്കല്ലാഹു ലക്കും എന്ന് പറഞ്ഞില്ലേ, വേറെ മൗലവിമാര് പാർട്ടി ഓതിണ്ടാവൂലേ, ഉണ്ട്. അവിടുന്ന് പാർട്ടിയുടെ കൂലൊക്കെ പാർസലാക്കിയിട്ടുണ്ടാവൂലേ, ഉണ്ട്. എന്ത് ദീനാണുള്ളത് സഹോദരന്മാരെ? എന്തിനാ സ്റ്റേജ് നിക്കാഹ്? എത്ര മിനിറ്റാ നിക്കാഹ്? 10 നിക്കാഹ്. 10 മിനിറ്റ് നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജ് എന്തായാലും 1.5 മണിക്കൂർ തോന്നിയാസം. എന്താ തോന്നിയാസം? എന്റെ മോളും മരുവനുമാണ് നിൽക്കുക, നാട്ടുകാര് കഴിയുമ്പോ പോകട്ടെ, പല കോലത്തിലും. ഈ വിവാഹത്തിൽ എങ്ങനെ വർക്കത്തുണ്ടാവുക? വിവാഹ തലേന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി കല്യാണം ആരുണ്ടാക്കി? ഒരു വിവാഹത്തിന്റെ പേരിൽ പെൺകുട്ടിക്ക് 10 പൈസയുടെ ചെലവില്ല ഇസ്ലാമിൽ. 10 പൈസയുടെ ചെലവില്ല. ഇന്ന് എല്ലാ ചെലവും പെൺകുട്ടിന്റെ വീട്ടിൽ പെരടി വെച്ച് കിട്ടി ജനങ്ങളും നിക്കാതെ ഉളുപ്പമാണ്. ഉളുപ്പ് ഇത് പെണ്ണെത്തുക. ആരാ വരിക തോക്കേണ്ടത്? ഞാന്. ഇന്നൊക്കെ നിക്കാതെ ഓളെ വീട്ടിൽ ആരാ പഠിപ്പിച്ചത്? നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾ പറയാൻ കഴിയോ പ്രവാചക ശരി അനുസരിച്ചാണ്? നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഡ്രസ്, വീട്, കുടുംബം, വിവാഹം, ജനനം, മരണം മുഴുവൻ പ്രവാചകനെ റോൾ മോഡലാക്കി കൊണ്ടുപോകണം. അപ്പോഴേ ദീപൂർത്തിയാവും. ഒന്നുകൂടെ ഇസ്ലാമി ദീനൻ, എന്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം അനുസരിച്ചായിരിക്കണം. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചായി, ഖുർആൻ അനുസരിച്ചായിരിക്കണം. അതിന് വിരുദ്ധമായിട്ടൊന്നും പറ്റൂല. അപ്പൊ അങ്ങനെ ഈ 3 സംഗതികളെ കൊണ്ട് ക്രമപ്പെടുത്തണം മനുഷ്യന്റെ ജീവിതം. എന്നിട്ട് ഒരു ദിവസം ആരംഭിക്കും. അപ്പൊ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അള്ളാഹ് എന്താ എപ്പോഴാ ആരംഭിക്കാൻ പറഞ്ഞത്? അള്ളാഹു ഒന്നാം ആശ്രയിക്കും. അപ്പഴാ അത് രാത്രിന്റെ 3-2 കഴിയുമ്പോൾ അന്ത്യയാമം. ഒരു യാമം ഈസ് ഈക്വൽ ടു 3 മണിക്കൂർ. അങ്ങനത്തെ 8 യാമമാണ് ഒരു ദിവസം. 324. അവസാനത്തെ യാമം അള്ളാഹു ഒന്നാം ആകാശത്തുണ്ട്. വിശ്വാസിയാണോ, റദീതു ബില്ലാഹി റബ്ബൻ എന്ന് പറഞ്ഞ ആളാണോ, അവർക്ക് ഉറങ്ങാൻ കഴിയൂല. അതാ നേരത്തെ പറഞ്ഞത്, ചോദിച്ചു വാങ്ങണം. നിങ്ങൾക്ക് എന്തൊക്കെ വേണം? നമുക്ക് എന്തൊക്കെ പ്രയാസമുണ്ട് സഹോദരന്മാരെ? ശാരീരിക പ്രയാസമല്ലേ, മാനസികമായ ഒരുപാട് ടെൻഷനില്ലേ, സാമ്പത്തിക പ്രയാസമല്ലേ, കുടുംബപരമായ പ്രശ്നങ്ങളില്ലേ? അങ്ങോട്ട് വരികയാണ്. എല്ലാം ചോദിച്ചു വാങ്ങണം. പിന്നെ മനുഷ്യന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാകാൻ പറ്റൂല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാം ചോദിച്ചു വാങ്ങിയത് നിസ്കാരത്തിലാണ്. ബദർ ഈ റമദാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതിന്റെ വിജയം പ്രവാചകൻ ചോദിച്ചു വാങ്ങിയത് തലേന്ന് രാത്രി നിരന്തരമായി നടത്തിയ പ്രാർത്ഥനയിലൂടെയാണ്. അല്ലെ? ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഈമാനികമായ അവസ്ഥ നമുക്കറിയാലോ. ആ ഈമാനികമായ ഔന്നിത്യം അദ്ദേഹം ചോദിച്ചു വാങ്ങിയത് തഹജ്ജുദിലാണ്. അല്ലാഹുവേ, ഞാൻ ബലഹീനനാണ് റബ്ബേ, നീ എനിക്ക് ശക്തി നൽകണം. ഏത് ശക്തി? ശാരീരിക ശക്തിയല്ല. ശാരീരിക ശക്തിയാണോ അല്ലാഹുവിന്റെ ശക്തി ഉണ്ടാകാനുള്ളത്? ഈമാനികമായ ശക്തി ചോദിച്ചു വാങ്ങിയതാണ്. എന്നിട്ട് എവിടെ എത്തി? അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരു പ്രദേശത്ത് വന്നാൽ ഇബ്ലീസ് ആ പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകും. അത്ര ഈമാൻ ചോദിച്ചു വാങ്ങിയതാണ്. അല്ലാഹു വരുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി ഫഖീറുൻ ഫഅഗ്നിനി, അല്ലാഹുവേ, ഞാൻ ദരിദ്രനാണ് പടച്ചോനെ, എൻ്റെ മനസ്സിന് ധന്യത നൽകണം. ചോദിച്ചു വാങ്ങിയതാണ്. അല്ലാഹുമ്മ ഇന്നി ദലീലുൻ ഫഇസ്സിനി, ഞാൻ നിസ്സാരനാണ് പടച്ചോനെ, നീ എനിക്ക് ഉയർച്ച നൽകണം, ഉന്നതി ഇസ്സത്ത് നൽകണം. ചോദിച്ചു വാങ്ങിയതാണ്. എപ്പോ? തഹജ്ജുദിൽ അല്ലാഹുവിലേക്ക് റമദാനിലേക്ക് വരുമ്പോ. രക്തസാക്ഷിത്വം ചോദിച്ചു വാങ്ങിയതാണ്. എല്ലാ കാര്യങ്ങളും വിശ്വാസികളും മുൻഗാമികളും മുഴുവൻ ചോദിച്ചു വാങ്ങി. അതിന്റെ കാരണം പറയും, ഈ രൂപത്തിലാണ് അവർ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അള്ളാനെ തൃപ്തിപ്പെടുന്ന ഒരാള് അള്ള വരുമ്പോ കിടന്നുണ്ടാവും. അള്ള അങ്ങോട്ട് ചോദിക്കുമ്പോ അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കോ? ചോദിക്കാൻ കഴിയോ?
അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട ഞാൻ ഒരു ചരിത്രമാണ് അവസാനിപ്പിക്കുക. രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കണ്ടാൽ അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നൊന്നും ഉമർ പറഞ്ഞിട്ടില്ല. പിന്നെ അയാളിൽ രണ്ട് കാര്യം പരിശോധിക്കും. ഒന്ന്, അയാളും അള്ളാഹും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട്. എങ്ങനെ പരിശോധിക്കാറിയോ? അത് പല രൂപത്തിലായി. ഒരിക്കലും അസ്ർ നമസ്കാര ശേഷം ഒരു ആട്ടിടയുണ്ട് തന്റെ 10-300 ആടിനെയും കൊണ്ട് യജമാന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ ഉമർ ചെന്ന് പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. ചോദിച്ചു, നിനക്ക് എത്രയാ ശമ്പളം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശനിയാഴ്ച ദിവസം എന്റെ യജമാനൻ കുറച്ച് പാല് തരും, അത് വിറ്റ് കിട്ടുന്ന പൈസയാണ് എന്റെ ശമ്പളം. ആ ശമ്പളം കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉള്ളത് കൊണ്ട് ജീവിക്കാം, എന്താ കാട്ടുക? അപ്പൊ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി അയാളെ ഈമാൻ അളക്കേണ്ടത് നിസ്കാരം നോക്കിയിട്ടല്ല, സാമ്പത്തിക രംഗത്ത് എന്തുമാത്രം വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്നു നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഉമർ പറഞ്ഞു, എടോ നീ എന്ത് വിദ്യയാണ്, 10-300 ആടില്ലേ, നിനക്ക് ഞാൻ നല്ലൊരു സൂത്രം പറഞ്ഞുതരാം. ഒരാടിനെ നീ എനിക്ക് തരിക, ഞാൻ ഒരാടിന്റെ പകുതി വില നിനക്ക് തരാം. നിനക്കും ലാഭം എനിക്കും ലാഭം. എനിക്ക് പകുതി ഒരാട്, നിനക്ക് വെറുതെ കുറച്ച് പൈസ കിട്ടും. 10-300 ആടുകളിൽ ഒന്നൊന്നും കുറഞ്ഞാൽ ആരും അറിയാൻ പോണില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചെന്നായ കുറിച്ചിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ, വെറുതെ യജമാനെ പൊളിച്ച് ഇങ്ങനെ അരണ്ട ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നല്ലൊരു സംഗതിയാണല്ലോ. അപ്പൊ അയാൾ അത് ശരിയാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ ഓരോ 10-300 ആടിനെ കൊണ്ട് ഇങ്ങനെ ശനിയാഴ്ച കിട്ടുന്ന പാലുമായിട്ട് നടക്കുന്നത്? നിങ്ങൾ പറഞ്ഞ മാതിരി ഇടക്കിടക്ക് ഓരോ ആടിനെങ്ങനെ പകുതി വിലക്ക് വിറ്റാൽ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ, യജമാനോട് നമുക്ക് ചെന്നായ വിളിച്ചീനോ അദ്ദേഹം പറഞ്ഞാലും, പക്ഷെ ഇതൊരു സംശയം ബാക്കിയാണ്. എന്താണ്? അള്ളഹാനോട് ഇപ്പൊ എവിടെ എന്താ പറയുക? പടച്ചോനോട് എന്ത് പറയും? അള്ളാഹ് നിങ്ങൾ എവിടെ വെച്ചെന്ന് ചോദിച്ചു. 3 വട്ടം ഇത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ ബോധം മരണം വരെ കൈവടിയരുത്. അതാണ് ഒരു ജീവിതത്തിന്റെ ആകത്തുക. അന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ഒറ്റ ചോദ്യം, നിങ്ങൾ എവിടെ വെച്ചു? അതാണ് ആരെ കണ്ടാലും പരിശോധിക്കുക. അതുകൊണ്ടാണല്ലോ പാല് വെള്ളം ചേർക്കാൻ പറഞ്ഞ കുട്ടിയെ ഉമ്മ കുട്ടിന്റെ മറുപടി കേട്ടപ്പോ പിറ്റേന്ന് അവിടെ കല്യാണം നടന്നത്. അക്കുട്ടിന്റെ മോന് കല്യാണം ആലോചിക്കാതെ തോന്നാൻ കാരണം ആ കുട്ടി ജീവിക്കുന്നത് അള്ളാന്റെ മുമ്പിലാണ്. എന്നെയും നിങ്ങളെയും ഉമറിനെയും സൃഷ്ടിച്ച അള്ളാഹു കാണൂലമ്മാന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ആ വീടിന് അടയാളം വെച്ച് പോയി. 13 മക്കളുണ്ട്. ഇവനുമാവുന്ന കല്യാണം കഴിച്ചിരിക്കണേ. രണ്ടാമത്തെ മകന്റെ ഒരു ആസിം റളിയല്ലാഹു അദ്ദേഹത്തിനാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. ഒറ്റ കാര്യമുള്ള അള്ളാഹ്. ഈ വിധാനത്തിലേക്ക് നമ്മൾ വരണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് അവർ പരിശോധിക്കുക. രണ്ടാമത്തെ എന്താ അറിയുക? ഖുർആനുമായിട്ട് എത്ര ബന്ധമുണ്ട്? നമ്മളെയും നമ്മളൊക്കെ നമ്മളെ വിലയിരുത്തുന്ന 2 കാര്യമാണ്. രണ്ടാമത്തത് ഖുർആനുമായിട്ട് എത്ര ബന്ധം. അപ്പോ ഈ ഖുർആൻ തന്നെ എന്താ അറിയുക? ഖുർആനാണ് എല്ലാത്തിനെയും ബർക്കത്തുള്ളതാക്കുക. ഖുർആൻ ഇറങ്ങിയ മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബർക്കത്തുള്ള മാസം. ഖുർആൻ ഇറക്കപ്പെട്ട രാവിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട സ്ഥലം മക്ക പരിശുദ്ധമാണ്. ഖുർആൻ ഇറക്കപ്പെട്ട വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. ഇതൊക്കെ ഖുർആനാണ്, വേറൊരു പ്രത്യേകതയില്ല. പിന്നെ ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ ഇറക്കി കൊടുത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ആ ഒറ്റ കാരണം കൊണ്ട് 2 സ്ഥാനപ്പേര് കിട്ടിയിട്ടുണ്ട്. അർ-റൂഹുൽ അമീൻ, അർ-റൂഹുൽ ഖുദ്സ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പേരുണ്ടാവാനുള്ള കാരണം അദ്ദേഹമാണ് ഖുർആൻ ഇറക്കി. ഇനി ഖുർആൻ പ്രവാചകൻ ഇറക്കി കൊടുത്തു എന്നത് കൊണ്ടാണ്, അല്ലെ ഖുർആനിന്റെ വാഹകനാണ് ആ പ്രവാചകൻ എന്നതുകൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്കുള്ള ഒരു കൊടി ഇമാമുൽ ഹംദ്, അത് പ്രവാചകന്റെ കയ്യിലാണല്ലോ. ഇനി അനുയായികളായ ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാരാണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിപ്പിക്കുക. ഈ പള്ളിയിൽ ഇപ്പൊ നിശ്ചയിക്കപ്പെട്ട ഇമാമില്ല നിൽക്കുക. അപ്പൊ ഇമാമത്ത് നിൽക്കാൻ ഒരു തർക്കം ഉണ്ടായി. 2 ആളുകൾ, ഞാൻ നിൽക്കും.
ആർക്കൂടി മാമിക്കാൻ കഴിയുമല്ലോ. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കൽ എങ്ങനെയാ? വോട്ടിനിട്ടുകയല്ല. ആ രണ്ടാളിൽ ആരാണോ ഖുർആൻ കൂടുതൽ പഠിച്ചത് ഓനെ. ഇനി ഒരു പ്രദേശത്ത് ഒന്നിലധികം മയ്യത്തുകൾ കബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുന്ന രൂപത്തിൽ കൂട്ട മരണം നടന്നു നടക്കും. അപ്പൊ ആദ്യം ഏത് മയ്യത്ത് വെക്കും? ആ മരിച്ച കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചതാരാണോ അവർ. അപ്പൊ ഖുർആനാണ് എല്ലാത്തിനും പറഞ്ഞത്. ഇനി ഫിർഔൻ എന്ന പേര് വെറുതെ പറഞ്ഞാൽ ഒരു കൂലിയില്ലല്ലോ. എന്നാൽ ഖുർആൻ ഓതവും പറഞ്ഞാലോ ഓരോ അക്ഷരത്തിന് കൂലിയാണ്. ഖുർആനാണ് ആ പേരിന് പോലും വിലയുണ്ടാക്കുന്നത്. ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് ആരെ കണ്ടാലും ചോദിക്കും. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോ ഒരിക്കലും രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു യാത്രാ സംഘം അവർ യാത്ര തുടരാൻ കഴിയാത്തത് കൊണ്ട് രാത്രി താമസിക്കാൻ ടെന്റ് അവിടെ കെട്ടി. വെറുതെ ചെന്ന് പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? അപ്പൊ തൊട്ടടുത്ത് നാട്ടിൽ തന്നെ. എങ്ങട്ടാ പോണത്? ഉംറക്ക് പോവാൻ. ആ ഉംറ സംഘാണില്ലേ അതെ. അപ്പോ ആ ഫീക്കും ആലി നമ്മളെ കൂട്ടത്തില് ഉംറനെ പറ്റിയൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ടോ, അമീറുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അവരോടുണ്ട്, ഉസ്താദിന്റെ ഉള്ളിലുണ്ട്, നാദീഹി ഉംറനെ വിളിക്കുന്നു. അപ്പോ യാത്രക്കാര് പറഞ്ഞു ഞങ്ങൾ ഉസ്താദ് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ വരില്ല, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഓ അങ്ങനെ ഉണ്ടോ? അവിടെ നിന്നോട്ടെ. പക്ഷെ ഒരു കാര്യം വേണം, അയാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവ് ഉണ്ടോ അല്ലേ എന്ന് ഞാനത് പരിശോധിക്കും. ഞാൻ ചില ചോദ്യങ്ങൾ പറയും. ആ ചോദ്യം നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അയാൾ പറയുന്ന മറുപടി ഒന്ന് എനിക്കും പറഞ്ഞു തന്നാൽ മതി. ഒന്നാമത്തെ ചോദ്യം, അയ്യുൽ ഖുർആനി അഅ്ലം, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ സുഹൃത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ എന്താ മറുപടി പറയണ്ടേ? അപ്പൊ ഉസ്താദ് പറഞ്ഞു ആയത്തുൽ കുർസിയാണ്. ശരിയാണ്, അല്ലാഹു ആയത്തുൽ ഫീ കിതാബില്ലാഹ്, അള്ളാഹിന്റെ ഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. കാരണം അതിൽ അള്ളാഹിനെ പറ്റിയാണ്. ഈ അള്ളാഹിനെ പറ്റി പറയുന്ന ആയത്തുകൾക്കൊക്കെ വമ്പിച്ച വില. ആയത്തുൽ കുർസി ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. നമസ്കാര ശേഷം ഓതിയാൽ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ തടസ്സമില്ല. ഇത്രയും ശ്രേഷ്ഠമാണ്. കാരണം അള്ളാഹിനെ പറ്റിയാവും. ഈ സൂറത്ത് ഹദീദിന്റെ രണ്ടാമത്തെ ആയത്ത്, സൂറത്ത് ഹദീദ് എന്ന സൂറത്തിന്റെ രണ്ടാമത്തെ ആയത്ത്, ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 1000 ആയത്ത് ഓതിയാൽ അതിൽ അള്ളാഹിനെ പറ്റിയാണ്. സൂറത്ത് ഹശറിന്റെ അവസാനത്തെ 3 ആയത്ത് അള്ളാഹിനെ പറ്റിയാണ്. ഒരു പ്രാവശ്യം ഓതിയാൽ 1000 ആയത്ത് ഓതിയാൽ. അള്ളാഹു ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹ് കൊടുത്ത മറുപടിയാണ്. അള്ളാഹിനെ പറ്റിയാണ് 5 ആയത്ത്. അതൊരു പ്രാവശ്യം ഓതിയാൽ ഖുർആന്റെ 1/3 ഭാഗം ഓതിയാണ്. ഞാൻ പറഞ്ഞെന്താ അറിയോ? ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, അയ്യുൽ ഖുർആനി അജ്മഉ, ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നതിന്റെ ഒക്കെ ഒരു രത്ന ചുരുക്കം എന്താന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാം? ഖുർആൻ നമ്മൾ പഠിച്ചു. ആ ഖുർആൻ പഠിച്ച കാര്യത്തിലെ ഒരൊറ്റ വാക്കില് ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതി എന്താന്ന് ചോദിച്ചാൽ അതൊരു നിസ്സാര ചോദ്യമല്ല. അപ്പൊ ഉസ്താദ് അതിന് മറുപടി പറഞ്ഞു, അതാണ് ഖുർആന്റെ ആരാധന. അതുകൊണ്ടാണ് രാവും പകലും ശുദ്ധമാക്കുന്നത് നമ്മൾ. കാരണം എത്ര ചെറിയ തെറ്റാണെങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തെറ്റിന് മാറി, എത്ര ചെറിയ നന്മയാണെങ്കിലും അതിന് കൂലി കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരും. അതാണല്ലോ ജീവിതത്തിന്റെ ആകത്തുക. ശരി, ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, അയ്യുൽ ഖുർആനി അഹ്കമു, ഖുർആനിലെ എല്ലാ വിധി വിലക്കുകളും, ഖുർആൻ എത്ര കൽപ്പനകളുണ്ട്, എത്ര വിരോധനകളുണ്ട്, ഒരുപാടുണ്ട്. അതിന്റെ ഒക്കെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന ഒരായത്ത് ഖുർആനിൽ ഏതാണ്? അപ്പൊ അദ്ദേഹം ഓതിക്കൊടുത്തു സൂറത്തുൻ നഹ്ലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ യഅിദുകും ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ നഹ്ൽ. ഖുർആനിലെ കൽപ്പനകള്, വിരോധനകള് എല്ലാത്തിന്റെയും അന്തസ്സത്ത ഉൾക്കൊള്ളുന്ന ആയത്താണ്. വീട്ടിൽ കൊണ്ടുവന്ന് അർത്ഥം പരിശോധിച്ചു. അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുന്നു. അള്ളാഹിനോടുള്ള നീതിയാണ് തൗഹീദ്. അതവനോടുള്ള നീതിയാണ് സുന്നത്ത്. ആ നീതി
അതേപോലെ തന്നെ ജനങ്ങളുടെ കടപ്പാടുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരാക്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഉത്തരം ശരിയാണ്. മൂന്നെണ്ണം കഴിഞ്ഞു. നാലാമത്തത് ഖുർആനിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആയത്തേതാണ്. അദ്ദേഹം ഓതിക്കൊടുത്ത സൂറത്ത് നിസായിലെ ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലി കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. നിങ്ങൾ അഥവാ വേദഗ്രന്ഥം നൽകപ്പെട്ടവരും വ്യാമോഹിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. എന്താ അവരുടെ വ്യാമോഹം? ജൂത ക്രിസ്ത്യാനികളാണ് സ്വർഗ്ഗത്തിൽ പോകില്ല. അപ്പൊ ജൂത ക്രിസ്ത്യാനായി ജനിച്ചാൽ മതി സ്വർഗ്ഗം കിട്ടുന്നുള്ള അതാണ് അവരുടെ വർഗീയത. ഖുർആൻ പറഞ്ഞോ അത് നിങ്ങളെ ഭൂതി മാത്രം നടക്കൂല. ആര് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ അനുഭവിക്കും. നന്മ ചെയ്താൽ സ്വർഗ്ഗം കിട്ടും. ശരി. അപ്പോ ഞാന് അറബിയാണ് ഷഹാബിയാണ് മറ്റേതാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച കാര്യമല്ല. ആരാണോ നന്മ ചെയ്തത് അവർക്കേ പരലോകത്ത് രക്ഷയുള്ളൂ. ആര് തിന്മ ചെയ്താലും അവരെ ശിക്ഷിക്കും. ഇതിന്റെ മനസ്സിന് വല്ലാതെ പേടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഈ ഉസ്താദ് പറഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം, ഖുർആനിൽ താങ്കൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തേതാണ്? ഓതിക്കൊടുത്തു. തെറ്റ് ചെയ്ത അടിമകളെ നിങ്ങൾ നിരാശപ്പെടരുത്. തെറ്റ് ചെയ്ത എന്റെ അടിമകളെ, അള്ള വിളിച്ച് നിസ്കരിക്കുന്നവരല്ല, തെറ്റ് ചെയ്യുന്ന ആളുകളെ. അവരോട് പറയാനില്ല അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. എല്ലാ പാപവും എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിലും അള്ള പൊറുക്കും, യാതൊരു സംശയമില്ല. ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു. 5 ചോദ്യം 5 ഉത്തരങ്ങൾ. ഈ 5 ചോദ്യം 5 മറുപടി പറയുമ്പോ ഉള്ളിലിരിക്കുന്ന ഉസ്താദ് ആരാന്ന് അറിഞ്ഞിട്ടില്ല, കണ്ടില്ല, അത് പുറത്തേക്ക് വരുമല്ലോ. പക്ഷെ ഈ 5 ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഉമർ അല്ലാഹു പറഞ്ഞു അത്രേ, അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയും. അപ്പൊ ഉള്ളിലുള്ളത് ആരാണ് ഉമർ അല്ലാഹു മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അന്ന് അവർ പരസ്പരം അളന്നത് ഖുർആന്റെ അളവ് വെച്ചിട്ടാണ്. നമ്മളൊരാളെ കണ്ടാൽ വണ്ടി കണ്ടാൽ അയാൾ വന്നിട്ടോ, ചെരുപ്പ് കണ്ടാൽ പറയും മൂത്താപ്പ വന്നിട്ടോ, കൊട കണ്ടാൽ പറയും വെല്ലിമ വന്നിട്ടോ, അല്ലാതെ വേറെ അടയാളം നമുക്കറിയില്ല. സ്വഹാബികൾ പരസ്പരം മനസ്സിലാക്കിയത് ഖുർആനിൽ അയാൾക്കുള്ള അറിവത്രേ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 5 ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയാൻ ഇബ്നു മസ്ഊദിനെ സാധിക്കൂ എന്ന് പറഞ്ഞറിയാം. അതുകൊണ്ടാണ് ഉള്ളിലിരിക്കുന്ന ആളെ കാണാതെ തന്നെ ഇബ്നു മസ്ഊദിനോട് ഇറങ്ങി വരാൻ പറയും. അപ്പൊ റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാം. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, ദിവസങ്ങളെ ക്രമപ്പെടുത്തണം. അപ്പൊ ഒരു ദിവസം ഓരോ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകളും ഇബാദത്തുകളും പുണ്യകർമ്മങ്ങളും അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ചെയ്യണം. അങ്ങനെ ചിട്ടപ്പെടുത്തി എവിടെ വെച്ച് എങ്ങനെ മരിച്ചാലും സ്വർഗത്തിൽ പോകുന്ന ആളുകളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് എതിരായി നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള കാര്യങ്ങളെ കരിച്ചു കളയുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നോമ്പ്, റമളാന്റെ എല്ലാ സന്ദർഭങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തി ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഇത്തരം പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തെ പുനഃപരിശോധിച്ച് ക്രമപ്പെടുത്തുവാനും ഈ മാസം നമ്മെ സഹായിക്കേണ്ടതുണ്ട്. ഈ മാസത്തെ നമ്മൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പള്ളികളിൽ ഇമാമും ഇരുന്ന പള്ളിയിൽ ഹുതുബ അറിഞ്ഞിരുന്ന നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം കരുളായിക്കാരനാണ്. പാപ്പ ക്യാൻസറായി ചികിത്സിച്ച് കുറെ കടം വന്നു. MBR എന്നാണ് മരിച്ചത്. പാപ്പ മരിച്ചപ്പം മോൻ തുടങ്ങി 1.5 ലക്ഷം റുപ്യപ്പം നിലവിലാണ് കടാണ്. 3 കീമോ കഴിഞ്ഞു. റമളാനാണ് എന്നെ വിളിക്കുന്നത്. ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എവിടെയും പോയി പറഞ്ഞു നോക്കാം. ഞാനങ്ങനെ റമളാൻ ഒരു കലക്ഷൻ കേൾക്കുന്ന ആളല്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ രോഗമാണല്ലോ. ഇതൊക്കെ MBR നമ്മളാരെ കൂടെ നിൽക്കാറില്ല, പിടിച്ചു പറിക്കലാണ്. എങ്ങനെ രോഗിനെ കാരണം നമ്മൾ ചെയ്യാൻ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ ചികിത്സ എന്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നവർക്ക് അറിയാം. കാരണം ആ രോഗിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സറിഞ്ഞൊരു സഹായം കൊടുക്കണം. ഒന്ന് പൈസോണ്ട് മാത്രമല്ല, നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി വേണം. ചെറിയ BM മക്കളായാക്കുന്നുണ്ട്, കുടുംബമുണ്ട്, വീടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതിലൊരുപാട് കടം, ചികിത്സിച്ച കടം, സ്വന്തം രോഗം, അതിൽ എന്ത് ചെയ്യും എന്നറിയാൻ നിൽക്കുമ്പോഴാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് വെക്കുകയാണ്, നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്
ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ ഞങ്ങളുടെ കുടുംബ സമേതം നീ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ മാനുഷികമായ ന്യൂനതകൾ പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ നാട്ടിൽ മരിച്ചുപോയ മാതാപിതാക്കൾ, നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ നീ മഹ്ഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ തമ്പുരാനെ. നമ്മുടെ കുടുംബം മലക്കളെ പ്രാർത്ഥന കിട്ടുന്ന യഥാർത്ഥ ഇസ്ലാമിക കുടുംബമാക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. والسلام